റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. അവിടെ സജ്ജമാണ് എല്ലാവരും. ഇപ്പോൾ നമുക്ക് ലിൻഡോ ജോസഫ് MLA, സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ളവരെ കാണാം. അവരെല്ലാം തന്നെ ഈ ദൗത്യം നടക്കുന്ന സ്പോട്ടിൽ ഉണ്ടായിരുന്നു. MK രാഘവൻ MP തന്നെ നേരിട്ട് അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകളും നൽകുന്നുണ്ടായിരുന്നു. ഏറ്റവും നിർണായകമായ കാര്യം ഇതുവരെ ബോഡി ഹീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ്, മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ്. പക്ഷേ രാത്രിയും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണെങ്കിൽ കൃത്യമായ സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ അത് ഏറെ ദൗത്യത്തിൽ നിർണായകമാകും. വലിയ പ്രതീക്ഷ തന്നെയാണ് ആ തിരച്ചിലിൽ, ആ പരിശോധനയിൽ നമുക്കുള്ളത്. അതിൽ ഏത് സ്പോട്ടിലാണ്, 3 സ്പോട്ടിൽ ഏതിലാണ് ലോറിയുടെ ക്യാബിൻ എന്ന് കണ്ടെത്തുക എന്ന് തന്നെയാണ്. രാത്രിയും പരിശോധന തുടരുകയാണെങ്കിൽ ഇന്ന് തന്നെ ആ സ്പോട്ട് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ രാവിലെ സ്കൂബ ഡൈവേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാകും. ആ പോയിന്റിൽ തന്നെ ഇറങ്ങി പരിശോധിക്കുകയാണെങ്കിൽ നിർണായകമായ ദൗത്യത്തിലേറെ നിർണായകമായ കാര്യം തന്നെയാകും അത് എന്ന് ഉറപ്പുമാണ്. ദീപക് തുടരുന്നു. ദീപക് അവിടെ കന്നഡ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൗത്യത്തിന് ഇപ്പോൾ നേതൃത്വം വഹിക്കുന്ന ഇന്ദ്രബാലൻ ഉൾപ്പെടെയുള്ളവർ മലയാള മാധ്യമങ്ങളെ ഉടൻ കാണുകയും ചെയ്യും. ഏതായാലും ഒരു വ്യക്തത അവർ വരുത്തും ദീപക് എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം എന്താണ്? രാത്രിയിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുമെന്ന് തന്നെയാണോ? വിശദീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മേജർ ഇന്ദ്രബാലന്റെ ഭാഗത്ത് തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കന്നഡ മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കേരള പ്രസുമായി അദ്ദേഹം സംവദിക്കും. ആ ഘട്ടത്തിലായിരിക്കും കൃത്യമായി അത് സംബന്ധിച്ചൊരു വിശദീകരണം ലഭ്യമാവുക. നേരത്തെ നൽകിയ അപ്ഡേറ്റ് പ്രകാരം ഇന്ന് രാത്രി ഒരു തവണ കൂടി അത്തരത്തിൽ പരിശോധനകൾ നടത്തുമെന്നുള്ളത് തന്നെയാണ്. അതായത് മനുഷ്യ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ ആ മേഖലയിൽ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ആ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ആ പ്രതികൂല കാലാവസ്ഥയല്ല, മറിച്ച് ഇന്ന് രാവിലെ ഏതാണ്ട് 12 മണി മുതൽ ഈ ഒരു സമയം വരെ കിട്ടിയിരുന്നതിന് സമാനമായ രീതിയിൽ അനുകൂലമായൊരു കാലാവസ്ഥയുണ്ട് എങ്കിൽ അത് ഏറ്റവും ഗുണകരമായ രീതിയിൽ തന്നെ ആ ഡ്രോൺ ചലിപ്പിക്കുന്നതിന് സാഹചര്യമൊരുക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ സിഗ്നൽസ് അവൈലബിൾ ആവുകയും അത് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അങ്ങനെ ഇന്ന് രാത്രി അത്തരത്തിൽ പരിശോധനയിലേക്ക് പോകുമോ എന്നുള്ള ഒരു സ്ഥിരീകരണം അല്പസമയത്തിനകം നമുക്ക് നൽകാനും കഴിയും. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇന്ന് ഇല്ലെങ്കിൽ നാളെ ഏത് നിലയിലായിരിക്കും പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരിക്കും നാളെയും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും ഇന്നലെ ഉള്ളതിൽ നിന്നും ഭിന്നമായിക്കൊണ്ട് മേജർ ഇന്ദ്രബാലൻ തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓപ്പറേഷന്റെ പൂർണ്ണ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ നിരവധി നമ്മൾ പല ദിവസങ്ങളിലായി കേട്ടു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ, കൃത്യമായി അർജുനെ കണ്ടെത്താനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ പോകുന്നു. ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പരിഹാരം എപ്പോൾ ഉണ്ടാകും എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഇന്നലെ പറഞ്ഞത് ഇന്ന് 100% എന്നുള്ളതായിരുന്നു. ഇനി ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായ റിസൾട്ട്, ഏറ്റവും നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ 100%. ഈ കന്നഡ മാധ്യമങ്ങളുമായി സംസാരിച്ചതിൽ നിന്ന് ദീപക് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച്, ഇന്ദ്രബാലൻ വിവരിക്കുന്നത് അനുസരിച്ച് നാലിടങ്ങളിലായി ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. മാത്രമല്ല ഈ ട്രക്കിൽ നിന്ന് തടികൾ ഒഴുകിപ്പോയിരിക്കുന്നു എന്നതാണ്, തടി കഷ്ണങ്ങൾ. അത് നമുക്ക് ഏറെക്കുറെ വ്യക്തവുമായിരുന്നു. ഏറ്റവും പുതിയ വിവരം, ഏറ്റവും പുതിയ അപ്ഡേറ്റ് അദ്ദേഹം നൽകുന്നതനുസരിച്ച് 4 ഇടങ്ങളിൽ ഈ ലോഹ സാന്നിധ്യം, ശക്തമായ ലോഹ സാന്നിധ്യം, ലോഹഭാഗങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഈ ട്രക്കാകാം, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളാകാം, അങ്ങനെ 4 ഇടങ്ങളിൽ ഇത് കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അദ്ദേഹം കന്നഡ മാധ്യമങ്ങളോട് ബ്രീഫ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ദ്രബാലന്റെ ടീമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരവും അത് തന്നെയായിരിക്കും അല്ലേ? തടികൾ ലോറിയിൽ നിന്ന് വിട്ടുപോയി എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പ്രദേശവാസികൾ അത് കണ്ടെത്തിയ, ഗ്രാമീണർ അത് കണ്ടെത്തിയ ദൃശ്യങ്ങളും നമുക്ക് തന്നെ ലഭ്യമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 4 ലോഹഭാഗങ്ങൾ എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. നേരത്തെ 3 എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ അത് 4 റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ തന്നെ സ്ഥിരീകരിക്കുകയാണ് ദീപക്.
അത് പുതിയ അപ്ഡേറ്റുകൾ എന്നുള്ള നിലയിൽ അത് വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ നോക്കേണ്ടതാണ്. കാരണം ഈ വാഹനത്തിന്റെ ക്യാബിൻ പാർട്ട് എവിടെയെന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി വരുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക, നാളെ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഈ കണ്ട 4 ലോഹ പാർട്ടുകളിലും മനുഷ്യ സാന്നിധ്യം തൽക്കാലം സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം നേരത്തെ നൽകിയ അപ്ഡേറ്റ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് ഇന്നിപ്പോൾ രാത്രി നടക്കുന്ന പരിശോധന കൂടി ഏറെ നിർണായകമാണ്. ഇനി അതും ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ പിന്നീട് അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് വീണ്ടും നമ്മൾ കാത്തിരിപ്പ് തുടരേണ്ടി വരും. ശരി തന്നെയാണ്. പക്ഷേ ദീപക്, ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ കൈവിടാനാകുന്നില്ല. 4 ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അദ്ദേഹം നൽകുന്നത്. 3 എന്ന് പറഞ്ഞതിൽ നിന്ന് 4 കണ്ടെത്തിയിരിക്കുന്നു ലോഹഭാഗം എന്നുള്ളതാണ്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു പരിശോധനയിലേക്ക് വീണ്ടും കടക്കും. രാത്രിയിൽ പരിശോധന തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ അതിലൊരു സ്ഥിരീകരണം അദ്ദേഹം തന്നെ നൽകുമെന്ന് കരുതുകയാണ്. ഏറ്റവും പ്രധാനം ദീപക് സൂചിപ്പിച്ചതുപോലെ അർജുന്റെ ട്രക്കിന്റെ ഭാഗങ്ങളാണ് ഇതെങ്കിൽ ഇതിലെ ക്യാബിൻ ഏതാണ്, ഏത് ഭാഗത്താണ് ക്യാബിൻ എന്നുള്ളതാണ്. ആദ്യം 1ാം ഘട്ട പരിശോധനയിൽ ഇതുവരെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല, ബോഡി ഹീറ്റ് കണ്ടെത്താനായിട്ടില്ല തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ. അപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ, കുറച്ചുകൂടി തണുത്ത കാലാവസ്ഥയിൽ, അവിടെ കനത്ത മഴയാണ്, തണുത്ത കാലാവസ്ഥ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി തണുത്ത കാലാവസ്ഥയാകും. അപ്പോൾ നടത്തുന്ന പരിശോധനയിൽ, തെർമൽ സ്കാനർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ കൃത്യമായ ലീഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് അതിനിർണായകമായിരിക്കും ഈ തെരച്ചിലിൽ എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ രാത്രി ലഭിക്കുന്ന ഓരോ അപ്ഡേറ്റുകളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ഡ്രോൺ പരിശോധന തന്നെയാണ് ഇതിൽ നിർണായകം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ദൗത്യത്തിന് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ അദ്ദേഹത്തിന്റെ വിവരണം തന്നെയായിരിക്കും ഏറ്റവും നിർണായകം. ഇപ്പോൾ ഇതാ മാധ്യമങ്ങളെ കാണാൻ ദൗത്യ സംഘം എത്തുന്നു, ഈ അധികൃതർ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. AKM അഷ്റഫ് മഞ്ചേശ്വരം MLA നമുക്ക് കാണാം. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അല്പസമയത്തിനകം തന്നെ മലയാള മാധ്യമങ്ങളോടും ഇത് കാര്യങ്ങൾ വിശദീകരിക്കും. അദ്ദേഹം മലയാളിയാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൃത്യമായ വിവരങ്ങൾ, അതിന്റെ വിശദീകരണം എല്ലാം തന്നെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കലക്ടറും MLAയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പുഴയിലെ തിരച്ചിൽ ഇപ്പോൾ തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. തടികളിൽ ഒരു ഭാഗം ഒലിച്ചു പോയിരിക്കുന്നു, അതായത് ട്രക്കിൽ നിന്ന് തടികൾ വേർപെട്ടിട്ടുണ്ട്. ഒരു ഭാഗം